ഗോൾഡിലുള്ള നിക്ഷേപങ്ങൾ നമുക്ക് വളരെ പ്രിയങ്കരമായിട്ടുള്ള നിക്ഷേപങ്ങളാണ്. കാരണം ഗോൾഡിൽ നിക്ഷേപം നടത്തുന്ന വ്യക്തികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു സേഫ്റ്റിയാണ്. ഗോൾഡിനോട് നമുക്കുള്ള ഈ പ്രിയം വർഷങ്ങളായിട്ട് തുടർന്നു വരുന്നതാണ്. അത് ഗോൾഡിൻ്റെ പ്രൈസിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗോൾഡിൻ്റെ പ്രൈസിൽ വന്നിരിക്കുന്ന ഇൻക്രീസ് ഇത് കാണിക്കുന്നു. ഗോൾഡ് ഒരു ഇൻ്റർനാഷണൽ കമ്മോഡിറ്റിയാണ്. ഗോൾഡിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത് $ഡോളറിലാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ നടക്കുന്ന അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിൽ നടക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഗോൾഡിൻ്റെ പ്രൈസിനെ തീരുമാനിക്കുന്നത്. അതൊരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കിൻ്റെ സ്റ്റെബിലിറ്റി, അതോടൊപ്പം തന്നെ ഗോൾഡിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളിൽ ഗോൾഡ് വാങ്ങി സൂക്ഷിക്കുന്നതിന് അല്ല റിസർവിന് വേണ്ടിയിട്ട് സൂക്ഷിക്കുന്ന കാര്യങ്ങൾ, ഇക്കണോമിക് അൺസർട്ടനിറ്റീസ്, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വാർ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതേപോലെ ഗ്ലോബൽ ലെവലിൽ നടക്കുന്ന കാര്യങ്ങൾ ഗോൾഡിൻ്റെ പ്രൈസിനെ ഒരു എക്സ്റ്റെൻഡ് വരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ ജനറലായിട്ട് ഗോൾഡിൻ്റെ പ്രൈസിൽ ഫ്ലക്ച്വേഷൻ വരാനായിട്ടുള്ള കാരണങ്ങൾ ഇൻഫ്ലേഷൻ, സ്റ്റോക്ക് മാർക്കറ്റ് മോശമായിട്ട് പെർഫോം ചെയ്യുന്ന പല സമയങ്ങളിലും ഗോൾഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാറുണ്ട്. ഗ്ലോബൽ ലെവലിൽ പ്രധാനമായിട്ടുള്ള സെൻട്രൽ ബാങ്കുകൾ കാലാകാലങ്ങളായിട്ട് നടത്തുന്ന, അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ചേഞ്ചസുകൾ, ഇപ്പം ഗോൾഡ് പ്രൈസിനെ മെയിനായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ട്രംപ് റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. അദ്ദേഹം താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. അതിനാൽ ഒരുപാട് അൺസർട്ടനിറ്റീസ് നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിലുണ്ട്. ഇതും ഗോൾഡിൻ്റെ പ്രൈസിനെ ഒരു എക്സ്റ്റെൻഡ് വരെയും മുകളിലേക്ക് പോകുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നതിന് മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ലോകത്തിലെ പ്രമുഖ സെൻട്രൽ ബാങ്കുകൾ, അതായത് ഇന്ത്യ, ചൈന, പോളണ്ട്, ഇതേപോലെയുള്ള രാജ്യങ്ങൾ റിസർവ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരുപാട് ഗോൾഡ് മേടിച്ച് സൂക്ഷിക്കുന്നുണ്ട്. ഇതും ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിച്ച ഒരു ഘടകമാണ്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോക്കലായിട്ടുള്ള കാര്യങ്ങളും ഗോൾഡിൻ്റെ പ്രൈസിനെ ചെറിയ തോതിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഗ്ലോബൽ ലെവലിൽ ഗോൾഡിൻ്റെ പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യത്തും ഗോൾഡിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത്. 2004 മുതൽ 2014 വരെയുള്ള കേസ് എടുത്ത് നോക്കിയാൽ 2004 10 ഗ്രാം സ്വർണത്തിൻ്റെ വില $400 ആയിരുന്നു. അത് 2014 ഏകദേശം $1700 ആയിക്കൂടി. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഗ്ലോബൽ ലെവലിലുള്ള അൺസർട്ടനിറ്റി, ഇക്കണോമിക് ക്രൈസിസ്, അതേപോലെ 2008 ഇക്കണോമിക് സ്ലോ ഡൗൺ, ഇതേപോലെയുള്ള പല കാര്യങ്ങളും ഈ ഗോൾഡിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ കാലത്ത് സ്വാധീനിച്ച ഘടകങ്ങളാണ്. എന്നാൽ ഇക്കണോമിക് റിക്കവറി, അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റിൽ വരുന്ന ചേഞ്ചസുകൾ, സെൻട്രൽ ബാങ്കുകളുടെ പോളിസി, ഇതെല്ലാം ഗോൾഡിൻ്റെ പ്രൈസിന് ഒരു എക്സ്റ്റെൻഡ് വരെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. 2005 10 ഗ്രാം സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം $7000 കഴിഞ്ഞ 20 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഗോൾഡ് ഏകദേശം 11% കൂടുതലുള്ള ആനുവൽ റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. 2005 10 ഗ്രാം, അതായത് 24 ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില $7000 ആയിരുന്നത് അത് 2025 ഏകദേശം $85,000 ആയി. ഗോൾഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തത് 2007 ഏകദേശം 30% കൂടുതൽ റിട്ടേൺസ് ഗോൾഡിൽ നിന്ന് ജനറേറ്റ് ചെയ്തപ്പോഴും 2024 ഏകദേശം 36% ഗോൾഡിൽ നിന്ന് ലഭിച്ച ആനുവൽ റിട്ടേൺസ്. ഗോൾഡിൽ നിന്ന് ഏറ്റവും മോശമായിട്ടുള്ള റിട്ടേൺസ്, അതായത് നെഗറ്റീവ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തത് 2013 ഏകദേശം 28% ഗോൾഡിൻ്റെ പ്രൈസ് 2013 കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ പരിശോധിച്ചാൽ 1964 24 ക്യാരറ്റ് 10 ഗ്രാം സ്വർണത്തിൻ്റെ വില വെറും $63.25 ആയിരുന്നു. ഇത് 1975 $540 2000 ആണ്ടിൽ ഏകദേശം $4400, 2010 $18,500, 2020 $48,651, 2021 ഏകദേശം $48,720, 2024 ഗോൾഡിൻ്റെ പ്രൈസ് ഏകദേശം $80,000 അടുത്ത് വന്നിട്ടുണ്ട് 10 ഗ്രാം സ്വർണത്തിന്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഗോൾഡിൽ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് എനിക്ക് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചത്. സാധാരണ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളിൽ
പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചിട്ടാണ്. ഞാനും സാധാരണയായിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സാധാരണയായിട്ട് ഞാൻ ഡിജിറ്റൽ ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ബേസിക്കലി മ്യൂച്വൽ ഫണ്ടുകളുടെ ഗോൾഡ് സ്കീമുകളാകാം, മ്യൂച്വൽ ഫണ്ടുകളുടെ ETF-കളാകാം, അല്ല എങ്കിൽ RBIയുടെ സോവറിൻ ഗോൾഡ് ബോണ്ട്. RBIയുടെ സോവറിൻ ഗോൾഡ് ബോണ്ട് 2015 തുടങ്ങിയ സമയം മുതൽ മിക്കവാറും RBI ഇഷ്യൂ ചെയ്തിരിക്കുന്ന എല്ലാ ഗോൾഡ് ബോണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രസൻറ്റേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങളെ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് സാധാരണ നമ്മൾ ഇക്വിറ്റി ഫണ്ടുകളിൽ SIP റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഗോൾഡ് ETF-ലോ അല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളിലോ SIP റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 2021 സ്റ്റാർട്ട് ചെയ്ത ഒരു SIP-യിൽ നിന്ന് എങ്ങനെയാണ് 20% ആനുവൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തത്, അതോടൊപ്പം തന്നെ 2018 RBIയുടെ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ നടത്തിയ ഒരു നിക്ഷേപത്തിൽ നിന്ന് എങ്ങനെയാണ് ഏകദേശം 3 ഇരട്ടിയോളം റിട്ടേൺസ് ലഭിച്ചത്. ഈ കാര്യങ്ങൾ ഒരു പ്രസൻറ്റേഷൻ്റെ സഹായത്തോടു കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFD നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയാകും. പ്രസൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഇക്വിറ്റി ഫണ്ടുകളിൽ SIP അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെ നിക്ഷേപങ്ങൾ നടത്തുന്നത്. ആ മാതൃകയിൽ ഗോൾഡ് ഫണ്ടുകളിലും ഞാനിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എൻ്റെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻ്റായ ആക്സിസ് ഗോൾഡ് ഫണ്ടിലാണ്. 2021 ഓഗസ്റ്റ് മുതൽ 2000 രൂപ വീതം ആക്സിസ് ഗോൾഡ് ഫണ്ടിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻ്റാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എത്ര റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇക്വിറ്റി സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഗോൾഡ് ഫണ്ടിൽ അതായത് കമ്മോഡിറ്റി ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇക്വിറ്റിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു റിട്ടേൺസ് ജനറേറ്റ്, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു റിട്ടേൺസ് ആണ് ഈ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു ഫാക്റ്റ്, നമ്മൾ പോർട്ട്ഫോളിയോ അലോക്കേഷൻ നടത്തുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ 100% ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പോർഷൻ, അതായത് ഒരു 10% ഗോൾഡ് പോലെയുള്ള പ്രിഷ്യസ് മെറ്റലുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയാൽ അതിൻ്റെതായ ബെനിഫിറ്റുകളുണ്ടാവും. ഈ SIP 2021 ഓഗസ്റ്റ് മുതൽ 2000 രൂപ വീതം നടത്തിയ SIP, അതിൽ നിന്ന് എനിക്ക് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ആനുവൽ റിട്ടേൺസ് അതായത് XIRR ഏകദേശം 19.88%, ഏകദേശം 20% റിട്ടേൺസ് ആണ് 2021 ഓഗസ്റ്റ് മുതൽ. അതായത് 5 വർഷമായിട്ടില്ല ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ സമയം കൊണ്ട് തന്നെ ഏകദേശം 20%-ഓളം റിട്ടേൺസ് ഇതിൻ്റെ അകത്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ്. ഇതാണ് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം 94,000 രൂപയാണ്. അതിൻ്റെ വാല്യൂ ഇപ്പോൾ ഏകദേശം 1,45,000 രൂപയായി. അതിൽ നിന്ന് 51,000 രൂപയോളമാണ് ആബ്സലൂട്ടായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന ഗെയിൻ എന്ന് പറയുന്നത്. അതേപോലെ വർഷങ്ങളായിട്ട് ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് സാധാരണ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സജഷൻ കൊടുക്കാറുള്ളത് RBIയുടെ സോവറിൻ ഗോൾഡ് ബോണ്ടാണ്. 2015 ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് തുടങ്ങിയ സമയം മുതൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോകൾ ചെയ്യുകയും അതിൽ നിക്ഷേപം നടത്തുവാനായിട്ട് സജസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്ര വ്യക്തികൾ അതേപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് 2018 ഞാൻ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ നടത്തിയൊരു നിക്ഷേപമാണ്. അന്ന് 30 ഗ്രാം സ്വർണ്ണമാണ് വാങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഗോൾഡാണ് വാങ്ങിയിരിക്കുന്നത്. അന്നത്തെ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 95,490 രൂപയാണ്. ഇന്ന് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ 2,64,000 രൂപയാണ്. ഏകദേശം 3 ഇരട്ടിയോളം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വളർന്നിട്ടുണ്ട്. 2018 ഈ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 1 ഗ്രാം ഗോൾഡിൻ്റെ വില എന്ന് പറയുന്നത് 3,183 രൂപയാണ്. ഇന്ന് അതിൻ്റെ പ്രൈസ് 8,800 രൂപയാണ്. നിങ്ങളിവിടെ നോക്കുക ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ പലപ്പോഴും ഈ ചാനലിലൂടെ പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്.
ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് തുടങ്ങിയ സമയം മുതൽ തന്നെ നമ്മൾക്ക് അറിയാവുന്ന ആളുകളോടെല്ലാം ഇതിൽ നിക്ഷേപം നടത്തുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പല ആളുകളും അത് ശ്രദ്ധിച്ചിട്ടില്ല. ചില ആളുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക് അതിൻ്റേതായ രീതിയിലുള്ള റിട്ടേൺസും ലഭിച്ചിട്ടുണ്ട്. ഈ ഗോൾഡ് ബോണ്ട് 2026 ഓഗസ്റ്റിൽ മെച്യൂർ ആവുകയാണ് 8 വർഷം കഴിയുമ്പോൾ. അപ്പോൾ ആ സമയത്ത് ഏകദേശം ഇത് 3 ഇരട്ടിയോളം ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ഈ 3 ഇരട്ടി ലാഭവും കംപ്ലീറ്റ് ടാക്സ് എക്സംപ്റ്റഡ് ആണ്. ഒരു പൈസ പോലും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ നിക്ഷേപത്തിൽ നിന്ന് ഒരു വർഷം ഓരോ ഹാഫ് ഇയറിലും 2.5% വീതം ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇതേപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുമ്പോഴും പേഴ്സണലായിട്ട് ആളുകൾ വിളിച്ച് സംസാരിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ ഒരു പ്രാവശ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ മിസ്സായി കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞോ 10 വർഷം കഴിഞ്ഞോ ഇതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിലും ഇത് തന്നെയാണ്. പലപ്പോഴും ആളുകൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിന് വേണ്ടിയിട്ട് മടി കാണിക്കുന്നുണ്ട്. 10 വർഷം മുന്നേ ഇൻവെസ്റ്റ് ചെയ്യണമോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യണമോ എന്ന് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും നിക്ഷേപം നടത്തുവാനായിട്ട് സാധിക്കുകയില്ല. ജീവിതത്തിൽ കുറച്ചൊക്കെ ഒരു റിസ്ക് എടുത്താലാണ് നമുക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈവൻ സ്വർണത്തിൽ നിന്നുള്ള നിക്ഷേപത്തിൽ നിന്ന് 5 വർഷം കൊണ്ട് ഏകദേശം 20% ആനുവലൈസ്ഡ് റിട്ടേൺ കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇക്വിറ്റി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് വളരെ കൂടുതലാണ്. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോയിൽ SIP റൂട്ടിലൂടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ജനറേറ്റ് ചെയ്ത റിട്ടേൺസ് ഞാൻ റിയലായിട്ട് നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ 13 വർഷം മുന്നേ നടത്തിയ SIPയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ഏകദേശം 20%-ഓളമാണ് ഇക്വിറ്റി ഫണ്ടിൽ. പക്ഷേ 5 വർഷം കൊണ്ട് തന്നെ സ്വർണത്തിൽ നിന്നുള്ള നിക്ഷേപത്തിൽ നിന്ന് ഏകദേശം 20%-ഓളം XIRR ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളും ഭാവിയിലേക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്തുവാനായിട്ട് ശ്രമിക്കുക. ഒരു കാര്യം കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ മാത്രമാണ് ഗോൾഡിൽ നിക്ഷേപം നടത്താവുള്ളൂ. ഗോൾഡിൽ നിക്ഷേപം നടത്തുമ്പോഴും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്ര റിസ്ക് ഇല്ലെങ്കിൽ തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് ഒരുപാട് വേരി ചെയ്യുന്നുണ്ട് പല സമയങ്ങളിലും. ഒരു 5 വർഷ പീരീഡിലേക്കാണ് നിങ്ങൾ നിക്ഷേപം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗോൾഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ നിങ്ങൾക്ക് നിക്ഷേപം നടത്തിയാൽ ചിലപ്പോൾ ലാഭം ലഭിച്ചേക്കാം. പക്ഷേ പല സാഹചര്യങ്ങളിലും ഇക്കണോമിക് സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്ത് ഇൻഫ്ലേഷൻ്റെ റേറ്റ് കുറയുക അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എല്ലാം കുറയുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഗോൾഡിൻ്റെ പ്രൈസും അതിന് ആനുപാതികമായിട്ട് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗോൾഡിൽ നിക്ഷേപം നടത്തുന്ന ആളുകൾ ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. നിങ്ങൾക്കിപ്പോൾ വളരെ വ്യക്തമായിട്ടുണ്ടാവാം എങ്ങനെയാണ് ഗോൾഡിലുള്ള നിക്ഷേപങ്ങൾ ലോങ് ടൈമിലേക്ക് നമുക്ക് നല്ലൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് തരുന്നതെന്നും ഏറ്റവും സേഫായിട്ടുള്ള രീതിയിൽ എന്നാൽ അധികം ഫ്ലക്ച്വേഷൻ കൂടാതെ തന്നെ ഗോൾഡിൽ നമ്മൾ നടത്തുന്ന ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപങ്ങൾ കഴിഞ്ഞ കുറേ വർഷത്തെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് നല്ല റിട്ടേൺസ് ആണ് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇനി ഫ്യൂച്ചറിലേക്കും ഈ ട്രെൻഡ് തുടരുമെന്നാണ് മാർക്കറ്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്തായാലും നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റബിൾ പോർട്ട്ഫോളിയോയുടെ ഒരു 5 മുതൽ 10% വരെയും ഇതേപോലെയുള്ള ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ എസ്പെഷ്യലി ഡിജിറ്റൽ ഗോൾഡ് മോഡിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ഗോൾഡ് ഫണ്ടുകളിലോ ETF-കളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ ഗോൾഡുകളിലോ നിക്ഷേപം നടത്തിയാൽ ഫ്യൂച്ചറിലേക്ക് മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് വരുന്ന ഫ്ലക്ച്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു എക്സ്റ്റെൻഡ് വരെയും നമ്മുടെ പോർട്ട്ഫോളിയോനെ എങ്ങനെയാണ് സ്വർണത്തിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് പല സമയങ്ങളിലും വരുന്ന ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസുകൾ ഈ സാഹചര്യങ്ങളിലെല്ലാം ഗോൾഡിലുള്ള നിക്ഷേപങ്ങൾ നമ്മുടെ പോർട്ട്ഫോളിയോയെ ഒരു എക്സ്റ്റെൻഡ് വരെയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള 1200-ഓളം വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള
മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.